അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ. ദുഃഖമുള്ളൊന്നും സംഭവിക്കരുത്, ദുഃഖമുള്ളത് സംഭവിക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടാവില്ല അല്ലേ. സന്തോഷങ്ങളും ജീവിതത്തിൽ ഉണ്ടാവണം, ഹൈറും ബറക്കത്തും ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളാണ് നമ്മിൽ കൂടുതൽ ആളുകളും. അപ്പോൾ ഇതൊരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ്. എന്ത്? നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകും, നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകും. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് ഈ സന്തോഷം ഉണ്ടാകുന്ന വ്യാഖ്യാനം തരുന്ന സ്വപ്നം ഏതാണ് എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ മക്കൾ നമ്മളെ ജീവനാണ് അല്ലേ. നമ്മുടെ മകനാണെങ്കിലും മകളാണെങ്കിലും അവരെത്ര വലുതായാലും നമുക്ക് അവർ ജീവൻ തന്നെയാണ്. അവരുടെ ജീവിതം നല്ല നിലയിലാകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മിൽ കൂടുതൽ ആളുകളും. അപ്പം അങ്ങനെ നമ്മുടെ മകളുടെ ജീവിതം നമ്മുടെ സ്വപ്നത്തിൽ എങ്ങനെ കാണാണ്. നമ്മൾ വിവാഹം കഴിച്ച് വിട്ടാൽ ചിലപ്പോൾ ചില രക്ഷിതാക്കളൊക്കെ കാണും, മകളെ വിവാഹം കഴിച്ച് പറഞ്ഞയച്ചാൽ നമ്മുടെ മക്കളെങ്ങനെ സുഖത്തിലാണോ അവിടെ ജീവിക്കുന്നത്, അവൾക്ക് റാഹത്ത് തന്നെയാണോ, സന്തോഷം തന്നെയാണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ കരുതി അങ്ങനെ ഉറങ്ങുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ടാകും. കല്യാണം കഴിച്ച് ആ സമയത്ത് കഴിപ്പിച്ച് വിട്ടത് ആ സമയത്തുണ്ട് 2-3 ആഴ്ചകളൊക്കെ അങ്ങനെ അവരിങ്ങനെ മനസ്സിൽ വല്ലാത്ത വിഷമം വേദനയൊക്കെ ഉണ്ടാവും. ഒരു വീട്ടിൽ നിന്നൊരു പെൺകുട്ടി ഇറങ്ങി പോവല്ലേ. അപ്പം അങ്ങനെയുള്ള രക്ഷിതാക്കൾ മകളുടെ ജീവിതം സ്വപ്നം കാണാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ നമ്മുടെ മകളുടെ ജീവിതം അങ്ങനെ സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും? മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സിരീൻ എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ 63-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഒരാൾ അവൻ്റെ മകളുടെ ജീവിതം സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അവൻ ഒരുപാട് സന്തോഷമുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനമായിട്ട് മഹാനായ മുഹമ്മദ് ബിൻ സിരീൻ എന്നവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.